നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാൾ 15 വയസ്സ് ഖദീജ ബീവിക്ക് കൂടുതലാണ്. 25 കൊല്ലം നബിതങ്ങളുടെ കൂടെ ജീവിച്ചിട്ട് ഒരിക്കൽ പോലും അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ശബ്ദമുയർത്തിയിട്ട് ഖദീജ ബീവി സംസാരിച്ചിട്ടില്ല. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഉറക്കെ പറ, ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. നമ്മുടെ ഭാര്യമാർക്ക് കിട്ടുമോ? നമ്മുടെ ഭാര്യമാർക്ക് കിട്ടുമോ പെങ്ങളെ? ഭർത്താവിന്റെ മുമ്പിൽ 25 കൊല്ലം ജീവിച്ചിട്ട് ഒരിക്കൽ പോലും ശബ്ദമുയർത്തിയിട്ട് ഖദീജ ബീവി സംസാരിച്ചിട്ടില്ല. നിന്റെ ഭർത്താവിന്റെ ഏറ്റവും വലിയ പരാതി എന്താ? ഉസ്താദെ, അവളുടെ നാവിന് ഇത്തിരി നീളം കൂടുതലാ. എന്റെ പ്രിയപ്പെട്ടവരെ, അടിയും പിടിയില്ല. ഭർത്താവ് ഭാര്യയെ തല്ലും, പക്ഷെ ഭാര്യ ഭർത്താവിനെ തല്ലാറില്ല. നാക്കുകൊണ്ട് പറ്റുന്നതിന്റെ മാക്സിമം പറയാനുള്ളത് പറയും. അത് തല്ലിനെക്കാളും അപ്പുറമാണ്. എന്താ പറയുന്നത് എന്നുള്ള ചിന്ത ഇന്നത്തെ പെണ്ണുങ്ങൾക്കില്ലാതെ പോയി. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ആ ഫാത്തിമ ബീവി നോക്കുമ്പോ ഉപ്പാടെ മടിയിൽ കിടന്നിട്ട് ഉമ്മ പറയുക, എനിക്ക് പൊരുത്തം തരണം. യാത്ര പറഞ്ഞു. തൻ്റെ പൊന്നാര മകളെ കയ്യിൽ പിടിച്ചേൽപ്പിച്ചു. അടിക്കരുത്, എൻ്റെ പൊന്നുമോളെ പൊന്നുപോലെ നോക്കണം, ഒരിക്കലും കരയിപ്പിക്കരുത്, എൻ്റെ പൊന്നാര മകളെ വേദനിപ്പിക്കരുത്. ഒരു ഉമ്മയുടെ ആവശ്യമുള്ള സമയമാണ്, അതുകൊണ്ട് എൻ്റെ മോളെ പൊന്നുപോലെ നോക്കണമെന്ന് പറഞ്ഞ് നബിതങ്ങളുടെ കയ്യിൽ പിടിച്ചു കൊടുത്തിട്ടാണ് ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ ലോകത്തോട് വിട പറഞ്ഞത്. അള്ളാഹുവേ, പടച്ചവനെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആ മഹദിയുടെ ഖബർ സിയാറത്ത് ചെയ്യാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തളർന്നിരിക്കുമ്പോൾ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നബിതങ്ങളുടെ ചാരത്ത് ചെന്നിട്ട് മകള് ഉപ്പാനെ സമാധാനിപ്പിക്കും. നബിതങ്ങൾ പറയുന്നു, ഉമ്മു അബീഹ. ഫാത്തിമ ബീവിയെ നബിതങ്ങൾ ഒരിക്കൽ വിളിച്ചു ഉമ്മു അബീഹ. ഉമ്മു അബീഹ എന്ന് പറഞ്ഞ വാപ്പാടെ ഉമ്മ. വാപ്പാടെ ഉമ്മ. ഒരു ഉമ്മ തൻ്റെ മകനെ സമാധാനിപ്പിക്കുന്നത് പോലെ ഭാര്യ മരണപ്പെട്ടു പോയ നബിതങ്ങളുടെ ചാരത്ത് ചെന്നിരുന്നിട്ട് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ നബിതങ്ങളെ സമാധാനിപ്പിക്കുമായിരുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.